ഹേ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പാർട്ട് 2ലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഈ പാർട്ട് 2 ഉച്ച കഴിഞ്ഞ് പിള്ളേർ വീട്ടിലെത്തിയിട്ട് അക്കൂട് വന്ന പാടെ അവന് മാർക്ക് കിട്ടിയതിന് സന്തോഷം പറയണം. പക്ഷേ അക്കു പരീക്ഷ ഇട്ട കാര്യം പോലും പറയുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. പിന്നെ അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അപ്പം ഉണ്ടാക്കിയിട്ട് ചായ ഉണ്ടാക്കി കൊടുത്തു. കൈയോടെ നോക്കിയിട്ട് അച്ചാച്ചൻ വിളിക്കാൻ നോക്കിയപ്പോൾ ആള് സൈക്കിൾ ഓടിച്ച് കളിക്കണത്. അയ്യോ എടുപ്പ് വേണമെന്ന് പറഞ്ഞ ആളാണ് കേട്ടോ. ഹലോ പറഞ്ഞ ഹലോ എന്ന് പറഞ്ഞ അങ്ങനെ ഇങ്ങനെ പറയാം. ഹലോ, നന്ദുവിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയാം. കുറച്ച് പാടുപെട്ടു കേട്ടോ ആളെ കൊണ്ടൊന്ന് പഠിപ്പിച്ചെടുത്ത് പറയിപ്പിക്കാനായിട്ട്. ഒക്കെ കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കാൻ നേരത്തെ ചാനൽ മാറ്റിയപ്പോൾ ഇങ്ങനെ ഒരാളെ ഞാൻ കാണുന്നത് എവിടെ കണ്ട പോലെ ഉണ്ടല്ലോ. പിന്നെ പഠിപ്പിക്കാതിരിക്കാൻ എനിക്കൊരു മൂഡില്ല കേട്ടോ. ആകെ ക്ഷീണം പോലെ. അമ്മമ്മ കാര്യം അന്വേഷിക്കാൻ വരികയായിരുന്നു. ഒക്കെ കഴിഞ്ഞ് ഞാൻ അച്ഛനും കൂടെ ഓരോന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചെമ്പരപ്പൂ കാണാണ്, വേറെ വഴിയൊന്നുമില്ല. അപ്പോഴാണ് അമ്മ ഒരു ഗിഫ്റ്റ് അവന് കൊണ്ടുകൊടുത്തത്. നമ്മളിങ്ങനെ പിള്ളേരെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കണമല്ലോ അതിന് വേണ്ടി. പക്ഷെ നമ്മുടെ അക്കുന് തൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒന്നാളല്ല. ഭയങ്കര പിന്നെ പേനൊക്കെ കൊടുത്തിട്ടാണ് അവനൊന്ന് സെറ്റാക്കി എടുത്തത്. അപ്പോഴടുത്ത വീട്ടിൽ കുട്ടി വന്നിട്ട് അവൻ വെജിറ്റബിൾ പ്രിൻറ്റിങ് വേണം അത്ര. ഇതൊക്കെ ചെറുപ്പം ചെയ്ത സാധനങ്ങളാണ്. പിന്നെ ആ ചെക്കനെ പിടിച്ചെടുത്ത് അവനൊക്കെ സെറ്റാക്കി കൊടുത്ത് ഓരോന്ന് പറഞ്ഞു കൊടുത്ത് അവന് പറഞ്ഞു വെച്ചു. പിന്നെ വീട്ടിൽ കൊള്ളിയും ചിക്കൻ കറിയാണ് കേട്ടോ. ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറ്റിയ പടം കാണുന്നത്. ഈ സീൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പടം ഏതാന്ന് കേട്ടോ. അങ്ങനെ നേരത്തെ ഫുഡ് കഴിച്ചുകൊണ്ടോന്ന് അറിയില്ല, കണ്ണഞ്ചേൻ്റെ കോളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ആകെ വിശന്ന് തുടങ്ങി. നേരത്തെ കഴിച്ചിട്ടുണ്ട് കേട്ടോ, 7 മണി 8 മണിയാകുമ്പോൾ കഴിച്ചിട്ടുണ്ട്. ഇത് 10 ആകുമ്പോഴേക്കും നല്ല വിശപ്പായിട്ട്. അപ്പോൾ ചായ കുടിച്ച് ഞങ്ങൾ അവസാനിപ്പിക്കണം ഗൈസ്. അപ്പോൾ അത്രയുള്ളൂ, ബൈ.